തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ 13-കാരിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തെ CWCയുടെ ഓഫീസിലെത്തി. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. നാളെ രാവിലെ കുട്ടിയുമായി സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഞങ്ങൾ CWCയിൽ വന്നു, കുട്ടിയെ കണ്ടു. ഡോക്യുമെന്റ്സ് എല്ലാം ഇനി അവിടുന്ന് ഒഫീഷ്യലി മെയിൽ അയക്കുന്നുണ്ട്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാളെ ആ കുട്ടിയെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്ന മറ്റു 1-2 ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നൈറ്റ് ഇപ്പം നമുക്ക് ഷെൽട്ടറിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നാളെ നമ്മൾ തന്നെ അവിടെ പോയിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. മറ്റേ കുട്ടിയുടെ മൊഴി എടുക്കേണ്ടതായിട്ടുണ്ട്. അത് CWC കമ്പൈൻ ചെയ്തുകൊണ്ട് മറ്റു നടപടി പൂർത്തിയാക്കും. അപ്പോൾ നമ്മൾ FIR എടുത്തത് കൊണ്ട് നമുക്ക് ആൾറെഡി തന്നെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുശേഷം കോടതി തീരുമാനിക്കും. കുട്ടിയുടെ കാര്യത്തിൽ കോടതി ഒരു തീരുമാനം ഉണ്ടാവും. കുട്ടി വരുന്നുണ്ട്. അത് ആൾറെഡി നമുക്ക് മിസ്സിംഗ് കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോർമാലിറ്റി അനുസരിച്ച് നമുക്ക് കോടതി പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അത് പ്രൊസീജിയറാണ്. കൂടുതൽ വിവരങ്ങളുമായി വിശാഖപട്ടണത്തിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രയത്നത്തിനൊടുവിൽ തലസ്ഥാനത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി. ഒടുവിൽ കേരള പോലീസ് ഇവിടെ വിശാഖപട്ടണത്തുള്ള CWC സെന്ററിൽ പെൺകുട്ടിയെ കാണാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ അകത്ത് കയറി പൂർത്തിയാക്കിയത്? ഞങ്ങളുടെ ഈ കുട്ടി മിസ്സായത് കഴിഞ്ഞ 20-ാം തീയതിയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ വിശാഖപട്ടണത്തെ മലയാളി സമാജം ആൾക്കാരാണ് ഇത് ട്രേസ് ചെയ്തതും നമ്മളിവിടെ ഈ CWCയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തതും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തു. അവിടെ ഒരു പാനലുണ്ടായിരുന്നു, വെരിഫൈ ചെയ്തു. നാളെ ഉച്ചയോടുകൂടി ഞങ്ങൾ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അവർ. അതിനുശേഷം ട്രെയിൻ മാർഗം നമ്മൾ ട്രിവാൻഡ്രത്ത് പോകും. തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ള പ്രൊസീജിയറും കൂടെ ട്രിവാൻഡ്രം എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം കോടതിയുടെ അനുമതിയോടുകൂടി മെഡിക്കലും മറ്റും കഴിഞ്ഞിട്ട് കോടതിയുടെ അനുമതിയോടുകൂടി എവിടെയാണ് ഹാജരാക്കേണ്ടത് ഹാജരാക്കും. കോടതിയുടെ തീരുമാനപ്രകാരം എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത്രയധികം യാത്ര ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് ഇനി കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും വളരെ സമയം കൊണ്ട് യാത്ര ചെയ്താണ് അവർ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് കൂടുതൽ സമയത്ത് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. വലിയൊരു പ്രയത്നത്തിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തി. അത് ഇന്ന് കേരള പോലീസ് ഈ ആന്ധ്ര സർക്കാരിന് കീഴിലുള്ള ഈ ചൈൽഡ് വെൽഫെയർ സെന്ററിലെത്തി കുട്ടിയെ കണ്ടു. കുട്ടി ഇവിടെ ഉണ്ടെന്നുള്ളത് നിയമപരമായി ഇത്തരത്തിലൊരു അന്വേഷണം നടന്നത് കൊണ്ട് തന്നെ പോലീസ് സംഘം നേരിട്ടെത്തി അത് ഉറപ്പിച്ച് കുട്ടിയുമായി തിരുവനന്തപുരത്തെ CWCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകൾ, അതുകൊണ്ട് തന്നെ കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് കൈമാറി. ഈ കൈമാറിയതിനു ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ നമ്മുടെ കേരളീയ കലാസമിതിയുടെ ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. ഇപ്പോൾ കേരള പോലീസും എത്തിയിരിക്കുന്നു. വലിയൊരു ദൗത്യം എന്നൊക്കെ പറയാം അല്ലേ, പൂർത്തീകരിച്ചിരിക്കുന്നു? തീർച്ചയായിട്ടും. ഇൻസിഡൻ്റലി എൻ്റെ കൂടെ ഞങ്ങളൊരു 12 പേരെ ടീം പോയതിൽ കുട്ടിയെ കണ്ടെത്തിയ വ്യക്തിയാണിത്, ഹരിദാസ്. ഓക്കെ. സോ ആൾ ടുഗദർ ഒരു എഫേർട്ടിൽ ഇന്ന് എല്ലാവർക്കും സന്തോഷമുണ്ട്. കുട്ടി മറ്റന്നാൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ CWCയുടെ തീരുമാനമനുസരിച്ചിട്ട് കുട്ടിയുടെ രക്ഷകർത്താക്കളുമായിട്ട് അവിടെ യോജിക്കും. തുടർന്ന് സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കുട്ടിയെ കണ്ടെത്തിയ ആൾ ഇവിടെ ഉണ്ട്. ആ ട്രെയിനിൽ നിന്ന് ആ ഒരു സമയം ഒന്ന് പറയാമോ? സമയം ഒരു 10:15 ട്രെയിന് ഒരു 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 10:15 അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കുട്ടീനെ കിട്ടിയത് നമുക്ക്. എന്തായാലും അതൊരു വലിയ സംഭവം. അതെ, നല്ലൊരു കേരളത്തിന് മൊത്തത്തിലൊരു ഇതാക്കിയ ഒരു സംഭവത്തിന് ഒരു അവസാനം കണ്ടിരിക്കുന്നു നമ്മൾ. നല്ലൊരു സംഗതിയാണ് നടന്നിരിക്കുന്നത്. ഹരിദാസേട്ടനാണ് ട്രെയിൻ ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നമ്മുടെ അസംകാരിയായ 13 വയസ്സുകാരിയെ കണ്ടെത്തിയത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന കുട്ടിയെ കണ്ടെത്തിയ ഒടുവിൽ കേരള പോലീസ് എത്തി ആ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. പക്ഷേ ഇന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ പോലീസ് ഈ സമയം സെക്യൂരിറ്റിയുടെയൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ കുട്ടിയുമായി ഇന്ന് യാത്ര തിരിക്കുന്നില്ല. നാളെ ഉച്ചയോടെ ഇവിടെ നിന്നൊരു ലോക്കൽ ട്രെയിനിൽ വിജയവാഡയിലെത്തി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ മാർഗം പോലീസ് ഈ കുട്ടിയുമായി പോകും. അതിനുശേഷം തിരുവനന്തപുരത്ത് CWCയിലെത്തിക്കും. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ കുട്ടിയെ എങ്ങോട്ട് മാറ്റണം, ആർക്കൊപ്പം വിടണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ശരി, പ്രജിത് മോഹനാണ് വിശാഖപട്ടണത്തിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.